ഒരുപാട് സ്ത്രീകൾ നിൽക്കുന്ന സ്ഥലമാണ്. ടോൾ ജംഗ്ഷനിൽ നെടുമങ്ങാട്ടേക്ക് പോകുന്ന വഴിയിൽ ഒരു വൻ ദുരന്തം മരം വേരോടുകൂടി നേരെ ഒരു കാർ പാർക്ക് ചെയ്തിരിക്കുന്നു. കാറിൻ്റെ ഫോണിൻ്റെ ഫോണിലൂടെ ആ മരം വന്ന് വീണ് കാർ കംപ്ലീറ്റ് ആകും. അതിനകത്ത് ബാക്കി തന്നെ ആൾക്കാരില്ലായിരുന്നു. കാരണം ഇത് അതിന് കാര്യം പോകുമായിരുന്നു. അല്ല, ഞാൻ കവടിയാർ മെഡിക്കൽസിലാണ്. ഞാനൊരു കസ്റ്റമറിന് മെഡിസിൻ കൊടുക്കാനായിട്ട് മെഡിക്കൽസിലാണോ? അതെ അതെ. ഒഡോസിലാണോ? ഇല്ല, എനിക്ക് 3 മണിക്കകത്ത് ഡ്യൂട്ടി കയറിയാവും. കവടിയാർ മെഡിക്കൽസിന്റെ സ്റ്റാഫാണോ? അതെ അതെ, അനിൽകുമാർ. എന്നിട്ട് എന്നിട്ട് തിരിച്ച് ഞാൻ വന്നപ്പോഴും അവിടെ നല്ല ആൾക്കൂട്ടവും റോഡ് മൊത്തം ബ്ലോക്ക്. ഞാൻ നേരെ എൻ്റെ വണ്ടി നിർത്തിയിട്ട് നോക്കിയപ്പോഴാണ് ആ കൂറ്റൻ മരം ഒരു കാറിന് പുറത്തു വേണം. കാറിന് നോക്കിയപ്പോൾ കാറിനൊന്നും വേറെ ആൾക്കാരെയൊന്നും യാത്രക്കാരെയൊന്നും കണ്ടില്ല. അവർ മരമാണത്. എന്നിട്ട് നോക്കിയപ്പോഴേക്കും കാറിനകത്ത് ആരെയും കണ്ടില്ല. കുറേ കഴിഞ്ഞ് ആംബുലൻസ് അപ്പോഴാണ് ഈ 2 ലേഡീസ് അപ്പുറത്ത് ഈ ചെകരം വന്ന് ഇടിച്ചിട്ട് മരിച്ചതിൻ്റെ ഞാൻ കാണുന്നത്. ആംബുലൻസ് വന്നാൽ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, പേടിച്ചു. 2 പേരെയും ആംബുലൻസ് കയറ്റി അവരെ കാറ് തകർന്നു. വേരോട് അതിൻ്റെ സൈഡിൽ നിൽക്കുകയായിരുന്നു. റോഡിൻ്റെ സൈഡിലായി നമ്മുടെ ഇതുപോലെ ഒരാൾ അവിടെ ഇരിക്കും. ടോൾ ജംഗ്ഷനിൽ അന്ന് അയാളില്ല, രാത്രിയില്ല, അവിടെ അതിൻ്റെ കൂടെ ഉള്ള മരം. അല്ല, വേരോട് നമ്മുടെ കവടിയാർ മെഡിക്കൽസിന്റെ എതിരെയുള്ള കവടിയാർ മെഡിക്കൽസിന്റെ എതിരെ കഴിഞ്ഞിട്ട് പാലസിന്റെ മതില് ഇപ്പുറത്താണ്. ശരി. അപ്പൊ അവിടെ ഒഴിവായല്ലേ? ടോൾ ജംഗ്ഷനിൽ നെടുമങ്ങാട്ടേക്ക് പോകുന്ന വഴിയിൽ ഒരു വൻ ദുരന്തം വേരോടുകൂടി നേരെ ഒരു കാർ പാർക്ക് ചെയ്തിരിക്കുന്നു. കാറിൻ്റെ ഫോണിലൂടെ ആ മരം വന്ന് വീണ് കാർ കംപ്ലീറ്റ് ആകും. അതിനകത്ത് ബാക്കി തന്നെ ആൾക്കാരില്ലായിരുന്നു. കാരണം ഇത് അതിന് കാര്യം പോകുമായിരുന്നു. അല്ല, ഞാൻ കവടിയാർ മെഡിക്കൽസിലാണ്. ഞാനൊരു കസ്റ്റമറിന് മെഡിസിൻ കൊടുക്കാനായിട്ട് മെഡിക്കൽസിലാണോ? അതെ അതെ. ഒഡോസിലാണോ? ഇല്ല, എനിക്ക് 3 മണിക്കകത്ത് ഡ്യൂട്ടി കയറിയാവും. കവടിയാർ മെഡിക്കൽസിന്റെ സ്റ്റാഫാണോ? അതെ അതെ, അനിൽകുമാർ. എന്നിട്ട് എന്നിട്ട് തിരിച്ച് ഞാൻ വന്നപ്പോഴും അവിടെ നല്ല ആൾക്കൂട്ടവും റോഡ് മൊത്തം ബ്ലോക്ക്. ഞാൻ നേരെ എൻ്റെ വണ്ടി നിർത്തിയിട്ട് നോക്കിയപ്പോഴാണ് ആ കൂറ്റൻ മരം ഒരു കാറിന് പുറത്തു വേണം. കാറിന് നോക്കിയപ്പോൾ കാറിനൊന്നും വേറെ ആൾക്കാരെയൊന്നും യാത്രക്കാരെയൊന്നും കണ്ടില്ല. അവർ ഈ മരം ചില്ലകളൊക്കെ അരിഞ്ഞു വീഴ്ത്തുമല്ലേ? അല്ല, ചില്ലകളെ അരിയുന്നതിനെ കുറിച്ച് അഭിപ്രായം എന്തോ?
ഈ മരത്തിന്റെ ഞാൻ രക്ഷപ്പെട്ട ആണോ നർമ്മദര അവിടെ പോയി 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ കാറിന്റെ പുറത്തൂടെ കാറിന്റെ പുറത്തൂടെ കുരുക്കൻ മരം നേരോടുകൂടി 2 ലേഡീസ് വണ്ടി പോയിരുന്ന ചീരമം തട്ടി അവർക്ക് കംപ്ലീറ്റ് മുഖത്ത് കയ്യിലൊക്കെ പരിക്കേറ്റ് ആംബുലൻസ് കൊണ്ട് 4 ദിവസം അത് ചേട്ടൻ ഇവിടെ ഇരിക്കുമല്ലേ പിന്നെ ഇത് നല്ല അജീരെ വീട്ടിൽ പോകുന്ന വഴി പല അപകടം വരാതിരിക്കാൻ വേണ്ടി പറ്റുന്നത് നല്ലതാണ്. മറ്റേ ഇതിന്റെ ലോട്ടറിയുടെ അല്ല ഇവിടെ കാശെല്ലാം കൂടെ പോകത്തില്ല ഇതിന്റെ വീട് അല്ലേ? കാശ് മനുഷ്യന്റെ ആയുസും എല്ലാം കൂടെ കാശ് പോയാലും കുഴപ്പമില്ല, തലയിൽ വീണാലേ പണി കിട്ടത്തില്ല. ലേഡീസ് പേടിച്ചു സംസാരിക്കാൻ പോലും പറ്റിയില്ല. ആണോ? ചീരം വന്ന് അടിച്ചിട്ട് വണ്ടിയിൽ വീണോ ഉടനെ എവിടെ അപ്പുറത്തോ? നമ്മുടെ അടുത്ത മറ്റേ കവടിയാറ് അടുത്ത ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ ഇടത് സൈഡ് അല്ലല്ല മരം വെട്ടി റോഡിക്ക് പോകുന്നവർക്ക് ഇതാവുണ്ട്. നിങ്ങൾ വ്യക്തമായിട്ട് ഇത് പഠിക്കുന്നവർ തലയ്ക്കത്താളോ ഇത് ഗിറ്റാറൊക്കെ ഗിറ്റാറോ ഗിറ്റാർ വായിക്കുന്നവർക്ക് തലയ്ക്കത്ത കളവൊന്നും പറ്റരുത്. പറ ഗിറ്റാറിയോ ഗതാഗത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു കളത്തരം പറയല്ലേ ഇടിയര് കേട്ടോ, അങ്ങനെയാണോ പറയട്ടെ? ഗതാഗത പ്രശ്നം ഇത് ഫൈനൽ ഇത് ഒരു കാര്യത്തിൽ ഫൈനലായിട്ട് എന്തോ വരുന്നത് ഫൈനൽ റിസൾട്ട് എന്തോ ചോദ്യം എന്ന് വെച്ചാൽ ഈ മരം പിന്നെ വെട്ടുന്നത് ഇപ്പം ഈ മരത്തിൻ്റെ ചില്ലയൊക്കെ അരിയുവാണ്. അതിനെക്കുറിച്ച് പിന്നെ ഇവിടെ അടുത്ത് താമസിക്കുന്ന ആളാണോ? ചേട്ടൻ ഇവിടെ പിന്നെ ലോട്ടറി വിൽപ്പനയാണല്ലോ അല്ലേ? എന്താ പേരെന്തായിരുന്നു? അജയകുമാർ. അപ്പോൾ അജയകുമാർ എന്തെങ്കിലും 2 പേര് പറ. മാസ്ക് അല്ല കേൾക്കത്തില്ല, അടുത്തെടുത്ത് പറ. ഇച്ചിരി ബാക്കിലോട്ട് ഇട്ടോ, ഇച്ചിരി ബാക്കിലോട്ട് ഉണ്ടാവും, ഇച്ചിരി ബാക്കിലോട്ട് ഇട്ടോ പറ്റുമോ? വേണ്ട. കടപൊഴുകി വീഴുന്നത് മനുഷ്യൻ്റെ ശിരസിലാണെന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഈ വഴിയോരങ്ങളിൽ നിൽക്കുന്ന മരങ്ങളുടെ ശിരസ് അരിഞ്ഞില്ലെങ്കിൽ, അതിൻ്റെ ചില്ലകൾ അരിഞ്ഞില്ലെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിദാരുണമായിട്ടുള്ള മരണങ്ങളുണ്ടാകും. അങ്ങനെ നിരവധി പല മരണങ്ങളൊക്കെ ഈ അടുത്തിടെയായി ഈ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ആ മരണങ്ങൾ മൂലമാണ് സർക്കാർ ഇത് വനംവകുപ്പിൻ്റെ പുറത്ത് പൊതുമരാമത്ത് വകുപ്പായിരിക്കും PWD ഉത്തരവിട്ട് ഈ മരങ്ങൾ മാറ്റാനായിട്ട്. ഏതായാലും
മരങ്ങൾ പിടിച്ചു മാറ്റുന്നത് ഒരു അങ്ങേയറ്റം പ്രയോജനകരമായ സംരംഭമാണ്. കിളികൾക്ക് ചേക്കാറ് മറ്റേതെങ്കിലും സ്ഥലങ്ങളുണ്ട്, കിളികൾക്ക് വേറെ സ്ഥലങ്ങൾ ചേക്കാറാവില്ല. കാൽപ്പനികരായ കവികൾക്ക് മറ്റു പല സ്ഥലങ്ങളിൽ പോയിരുന്ന് കവിത എഴുതാം. കാര്യം മനുഷ്യൻ സാധാരണക്കാരൻ്റെ ജീവനാണ് പറ്റുന്നത് കേട്ടോ. അത് വീഴുമ്പോൾ ഞാൻ കാൽപ്പനികരായ ഒരു കവി കൂടിയാണ് ആയിട്ടാണ് ആദ്യം ഈ വാക്കുകൾ പറഞ്ഞത്. പക്ഷേ എന്നാൽ ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നു പറഞ്ഞാൽ മരങ്ങൾ ഞാൻ ഈ പ്രദേശക്കാരനാണ്. എന്നാലും പൊതുജനങ്ങളുമായിരുന്നു ഒരു ന്യൂസ് റിപ്പോർട്ടർ തന്നെ സംസാരിച്ചതിൻ്റെ ഒരു പിൻബലത്തിൽ മരങ്ങൾ ഈ ചില്ലകൾ അരിയുന്നത് എന്തുകൊണ്ട് ശ്ലാഘനീയമല്ല, എന്തുകൊണ്ട് ചില്ലകൾ അങ്ങനെ മുറിച്ചു മാറ്റി. ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം. മരം മുറിക്കുന്നതിനെ സംബന്ധിച്ച് ഈ മൃഗസ്നേഹികളും ഈ പരിസര ആൾക്കാരും കൂടി വന്ന് ഈ മരങ്ങൾ മുറിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നത് വെച്ചാൽ അവർ ബാക്കി ജനങ്ങൾക്ക് സംരക്ഷണം നോക്കുന്നില്ലല്ലോ. മൃഗങ്ങളും പക്ഷികളും ജീവിക്കട്ടെ എന്നുള്ള ഒരു ചുറ്റുപാടിലാണ് കുറച്ച് മനുഷ്യർ. അപ്പോൾ അത് മൃഗങ്ങൾക്ക് ജീവിക്കാനും മനുഷ്യർക്ക് ജീവിക്കാനുള്ള സംവിധാനം എല്ലാ ഗവൺമെൻറ്റും ജനങ്ങളും കൂടെ ഒത്തുചേർന്ന് നടപ്പിലാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കേന്ദ്ര ഗവൺമെൻറ് ഒരു സ്ഥാപനമായ കാട്, കറുത്ത കാട്, മനുഷ്യനാദ്യം പിറന്ന വീട്, കാട്ടിൽ കൊടുങ്കാട്ടിൽ.
മരത്തിന് സ്തുതി. കാടവിട മക്കളെ, വീടവിട മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരവിട മക്കളെ, കാട്ടിൽ നിൽക്കുന്ന കുട്ടളാടൻ വിജയവിടൻ്റെ മക്കളെ, കാടവിട മക്കളെ, മേടവിട മക്കളെ, കാടവിട മക്കളെ, മേടവിട മക്കളെ. കാട്ടുപൂഞ്ചോലയുടെ കുളിരവിട മക്കളെ, കുട്ടനാടൻ വിടൻ്റെ മക്കളെ. വെട്ടക്കാരവരുടെ കയ്യുകൾ വെട്ടും ഞാൻ വെൺമഴുവേന്തി, മലതീണ്ടിയ ശുദ്ധം വെന്നൂർ വെളിവില്ലാതൊഴുകണമപ്പോ. അരങ്ങത്തെ മുൻനിരയിൽ ഉറുക്കിത്തുപ്പിയും ചുമ്മാ ചിരിച്ചും കൊണ്ടിടം കണ്ണാൽ കുറത്തിയെ കടാക്ഷിക്കും കരനാഥന്മാർക്കു നേരെ വിരൽ ചൂണ്ടിച്ചോദിക്കൂ. നിങ്ങൾ എൻ്റെ വൻമരങ്ങൾ വെട്ടിവീഴ്ത്തുന്നു, നിങ്ങൾ ഞങ്ങളുടെ പച്ചകൾ ചുറ്റുപാറ്റുന്നു, നിങ്ങൾ ഞങ്ങളുടെ മരങ്ങളിൽ മഴുവേന്തുന്നു. നിങ്ങൾ ഓർക്കുക മനുഷ്യ, നിങ്ങൾ ഓർക്കുക മനുഷ്യ, നിങ്ങൾ ഓർക്കുക വെട്ടുകാരാ, വേട്ടക്കാരാ, നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. കാട്ടുചോലപ്പുലിനീരെ കുടിച്ചിട്ടില്ലേ, പിന്നെ പൂത്തമാമരച്ചോട്ടിൽ നിങ്ങൾ നിന്നിട്ടില്ലേ, ഒടുവിൽ മരങ്ങളെല്ലാം അരിഞ്ഞു. അല്ലല്ല, അതാ പറ പറ പറ. റോഡിൽ നിൽക്കുന്ന മരങ്ങള് കണ്ടമാനം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ പുറത്തും നടന്നു പോണ മനുഷ്യരെ ചേർത്താണ് വരുന്നത്. ഇതുപോലെ ചെയ്യുന്നത് നല്ല കാര്യമാണ്. വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ സർക്കാർ ഇതുപോലെ മരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ച് വൃത്തിയാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് നല്ല കാര്യമാണ്. ഇതുപോലെ എവിടെ വർക്ക് ചെയ്ത്, എവിടെ ജോലി ചെയ്ത്, എവിടെ വർക്ക് ചെയ്ത്? ഞാൻ വർക്ക് സാധാരണ ഇലക്ട്രിക് വർക്കാണ് ചെയ്യുന്നത്. എനിക്കിഷ്ടമല്ല. നമ്മളെ പോലെയുള്ളവർ യാത്ര ദുരിതം അനുഭവിക്കണം. മഴക്കാലത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലും നിന്ന കാറ്റത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവും. ഇത് നല്ല കാര്യമാണ്. എല്ലാ സ്ഥലത്തും ഇതുപോലെ ചെയ്യണം. പല വൃക്ഷങ്ങളും പലരുടെയും കാമ്പൗണ്ടിലും ചരിഞ്ഞും തെങ്ങുകൾ കടവൊഴുകിയൊക്കെ വിടുന്നു. ഇത് അവർ സർക്കാരും അതിനുള്ള നടപടി സ്വീകരിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ്, താങ്ക് യു. ആണോ? കുമാരി പറഞ്ഞാണോ മരം കുറിച്ച്? ഞാൻ കസ്റ്റമറോട് കുറെ പേരോട് പറഞ്ഞു മന്ത്രി ആരെങ്കിലും അല്ല അതല്ല, ഈ വൻമരങ്ങൾ വീഴുമ്പോഴേ
മരം നിന്നാലേ ഇത് അത്രയും വണ്ടികൾ വന്ന ആളുകൾ വീട് ചത്തു. ആ നിങ്ങൾ എന്റെ ഫോട്ടോ എടുക്കണം. പറ 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 യൂട്യൂബ് വൈറലാവുമെന്ന് പറയുന്നത് ആളുകൾ അവസാനം അഭിനയിക്കാൻ വിളിക്കും. പറ പറ ആളെ തിരിച്ചറിയത്തില്ല. പറ എന്നിട്ട് അല്ല അഭിപ്രായത്തെ പൊതുവെ മരം മുറിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ഭയങ്കര സന്തോഷം. മുറിക്കുന്ന കാണുന്നോ? അല്ല ആരുടെ വീട് കസ്റ്റമറിന് പറഞ്ഞു ഇതല്ലേ ഈ മരം ആപത്താണ്, വണ്ടികളൊക്കെ പോകുമ്പോൾ കാറ്റടിക്കുമ്പോഴൊക്കെ. ആരടുത്ത് പറഞ്ഞു? CM അടുത്ത് പറഞ്ഞു. കസ്റ്റമർ വന്നപ്പം പറഞ്ഞു. അപ്പോൾ കുമാരിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അപ്പോൾ കുമാരിക്ക് എൻ്റെ വിപ്ലവാഭിവാദികൾ. ഓക്കെ. വൻമരങ്ങൾ കടപുഴകുന്ന ദൃശ്യമാണ് ഈ കാണുന്നത്. കവടിയാറിൽ നിന്ന് ദേവസ്വം ബോർഡിലെ ദേവീക്ഷേത്രത്തിലേക്ക് TTCയുടെ ട്രാമൻകുട്ടി ഡിസ് ക്ലബിൻ്റെ മുന്നിലുള്ള ഒരു വൻമരം കടപുഴകി വീഴുകയാണ്. കടപുഴകി വീഴുക തന്നെ മുറിച്ചു മാറ്റുകയാണ്. മുറിച്ചു മാറ്റുമ്പോൾ പക്ഷിലാദികൾ ഒക്കെ തകരാറുണ്ടാവും. ആകാശ കാഴ്ചകളിലൂടെ അങ്ങനെ കിട്ടുകയാണ് ഈ വൻമരം. ഇത് TTCക്ക് അടുത്തുള്ള സമീപത്തുള്ള പെട്രോൾ പമ്പ് മുറിച്ചു മാറ്റുകയാണ് വൻമരം. വൻമരങ്ങൾ കടപുഴകുമ്പോഴുള്ള കടപുഴകുമല്ല, മുറിച്ചു മാറ്റുമ്പോഴുള്ള മരത്തിന് വേദന കണ്ടു നിൽക്കുന്നവർക്ക് കൗതുകം. ഞാൻ ഈ വഴി പെട്രോൾ വാങ്ങിക്കാനായി പണ്ടിസ്കോടി ഫ്ലാറ്റിൽ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. ഏതായാലും കൊള്ള നല്ല ദൃശ്യമാണ്. ഒപ്പിയെടുത്തുകളായിട്ട് ഒത്തിരി അസുഖം ഇതാണ്. സ്പീച്ച് ജേർണലിസ്റ്റ് ആകുമ്പോഴത്തേക്ക് ചെറിയ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കാണുന്നതൊക്കെ ഒപ്പി